നിയമ നടപടികൾ പാലിക്കാതെ ഭർത്താവ് രണ്ടാം വിവാഹം കഴിച്ചുവെന്ന് ഭാര്യയുടെ പരാതി. ഭർത്താവിന്റെ വീട്ടിൽ 12 ദിവസമായി യുവതിയും മകളും സമരത്തിൽ. തൃശൂർ ചാവക്കാട് സ്വദേശിനി ഡോക്ടർ ആയിഷയും 10 വയസ്സുകാരി മകളുമാണ് സമരം ഇരിക്കുന്നത്. എൻ്റെ പേര് ഡോക്ടർ ആയിഷ. ഞാനിപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ വീടിൻ്റെ സിറ്റ് ഔട്ടിലാണ് ഇരിക്കുന്നത്. ഇവിടെ മുന്നൊരിക്കൽ വന്നപ്പോൾ അവരിവിടെ കയറ്റാൻ തന്നെ സമ്മതിക്കാണ്ട് ഇവിടെ ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും ഇവിടെ കയറി താമസിക്കാനുള്ള ഒരു ഓർഡറുമായിട്ട് ഞാൻ ഇന്നലെ മുതൽ ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ വീട്ടുകാർ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അറിയുന്നുണ്ടെന്ന് പറയുന്നത് അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടിയിട്ടായിരിക്കണം അവർ വീട് കൂട്ടി പുറത്തു പോയിരിക്കുകയാണ്. രാവിലെ ഇതിനിടയിൽ ഒന്ന് പുറത്തു പോയിട്ട് വന്ന സമയത്ത് ഇതുവരെ കറണ്ടും ഇന്നലെ രാത്രി ഇവിടെ കറണ്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ വന്ന് നോക്കി നോക്കുമ്പോൾ കറണ്ടും കട്ടാക്കിയിട്ടുണ്ട്. വന്ന സമയത്ത് പോലീസുമായിട്ടാണ് വന്നതെങ്കിലും പോലീസിന് തുറക്കാൻ പറ്റുന്ന സാഹചര്യം അല്ലാത്തത് കൊണ്ട് തിരികെ പോവുകയും അപ്പോൾ തൊട്ടിട്ട് ഞാനിവിടെ ഈ ഒരു സാഹചര്യത്തിൽ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാരംഗ് ചേരുകയാണ്. സാരംഗ്, എന്തൊക്കെയാണ് വിശദാംശം? ഷമ്മി, കഴിഞ്ഞ 12 ദിവസമായിട്ട് ഇത്തരത്തിൽ അമ്മയും കുഞ്ഞും ഭർത്താവിന്റെ പൂട്ടി കിടക്കുന്ന വീടിന് മുന്നിൽ സമരം ചെയ്യുകയാണ്. ചാവക്കാട് സ്വദേശി ആയിഷ, ഡോക്ടർ ആയിഷയാണ് ഇത്തരത്തിൽ 12 ദിവസത്തോളമായി തന്റെ 10 വയസ്സുകാരി മകളുമായി സമരം ചെയ്യുന്നത്. ഈ നിയമ നടപടികൾ പാലിക്കാതെയും അതോടൊപ്പം തന്നെ മതനിയമങ്ങളും പാലിക്കാതെ ഭർത്താവ് മറ്റൊരു വിവാഹം കഴിച്ചു എന്നാണ് യുവതിയുടെ പരാതി. ഭർത്താവിന്റെ പേര് അലി അബ്ദുൾ ലത്തീഫ് എന്നാണ്. വളരെ രഹസ്യമായിട്ട് ഇയാൾ മറ്റൊരു വിവാഹം കഴിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ആയിഷയുടെ സ്വർണ്ണാഭരണങ്ങൾ ഇയാൾ വാങ്ങിച്ച് വെച്ചിരുന്നു എന്നും അതോടൊപ്പം തന്നെ പിന്നീട് തനിക്കും മകൾക്കും ചിലവിന് തരാതിരിക്കുകയും ആയിരുന്നു എന്നാണ് ഈ യുവതി പരാതി പറയുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ വിഷയം കുടുംബം, അതായത് യുവതിയുടെ കുടുംബം ആരോപിക്കുന്നുണ്ട്. ഇതിനു മുൻപ് തന്നെ ഇത്തരത്തിൽ ഈ യുവതി ചാവക്കാട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് കൈക്കലാക്കിയിരുന്നു. അതായത് ഈ യുവതിയെ ഇത്തരത്തിൽ അനധികൃതമായിട്ട് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കരുത് എന്നുള്ളൊരു കോടതി ഉത്തരവ് നിലനിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതിനു മുന്നേ തന്നെ, അതായത് പിന്നീട് സ്വന്തം വീട്ടിലേക്ക് പോയി ഇത്തരത്തിലൊരു ഉത്തരവ് വരുന്നതിന് മുൻപ് തന്നെ ഈ ഭർത്താവിന്റെ കുടുംബാംഗങ്ങൾ, ഭർത്താവ് ഉൾപ്പെടെ ഈ വീട് പൂട്ടി മറ്റൊരു ബന്ധുവീട്ടിലേക്ക് മാറുകയായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഈ യുവതി ഇത്തരത്തിൽ ഭർത്താവിന്റെ വീട്ടിലേക്ക് വരുമ്പോൾ വീട് അടച്ചിട്ട നിലയിൽ കണ്ടത്. പിന്നീട് കഴിഞ്ഞ 12 ദിവസത്തോളമായിട്ട് ഈ യുവതി സമരം ചെയ്യുകയാണ്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ഈ യുവതിയുടെ ബന്ധുക്കൾ ഈ ഭർത്താവിന്റെ കുടുംബത്തിനെതിരെയും ഭർത്താവിനെതിരെയും പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് വേണ്ട വിധത്തിൽ ഈ വിഷയം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.